മനുഷ്യൻ ഇനിയും പര്യവേഷണം ചെയ്ത് തീർക്കാത്ത ഇടങ്ങൾ ധാരാളമുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സമുദ്രത്തിന്റെ അടിത്തട്ട്. വായുവും വെളിച്ചവും കടന്നു ചെല്ലാത്ത ആഴങ്ങളിൽ പ്രകൃതി എന്തൊക്കെ രഹസ്യങ്ങളാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ശാസ്ത്രലോകം ഇന്നും അത്ഭുതത്തോടെയാണ് നോക്കിക്കാണുന്നത്. അത്തരത്തിൽ സമീപകാലത്ത് ശാസ്ത്രലോകത്തെ ഞെട്ടിച്ച ഒന്നാണ് ദക്ഷിണ ചൈന കടലിലെ ഡ്രാഗൺ ഹോൾ എന്ന ഭീമൻ ഗർത്തവും അവിടെ കണ്ടെത്തിയ ആയിരക്കണക്കിന് വൈറസുകളും. ദക്ഷിണ ചൈന കടലിലെ പാരസൽ ദ്വീപസമൂഹത്തിന് സമീപമാണ് ലോകത്തിലെ ഏറ്റവും ആഴമേറിയ ബ്ലൂ ഹോൾ സ്ഥിതി ചെയ്യുന്നത്. ശാസ്ത്രീയമായി ഇതിനെ സാൻഷായോങ്ലെ ബ്ലൂ ഹോൾ എന്ന് വിളിക്കുന്നു. പ്രാദേശിക ഐതിഹ്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് ഇതിന് ഡ്രാഗൺ ഹോൾ എന്ന പേര് ലഭിച്ചത്. ഏകദേശം 300 മീറ്ററിലധികം ആഴമുള്ള ഈ ഗർത്തം ബഹാമാസിലെ ഡീൻസ് ബ്ലൂ ഹോളിനേക്കാൾ ആഴമേറിയതാണ്. ഭൂമിശാസ്ത്രപരമായി നോക്കിയാൽ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ചുണ്ണാമ്പ് കല്ലുകൾ നിറഞ്ഞ ഭൂപ്രദേശം ഒലിച്ചുപോയി രൂപം കൊണ്ട ഗുഹകളാണിവ. ഹിമയുഗത്തിന് ശേഷം സമുദ്രനിരപ്പ് ഉയർന്നപ്പോൾ ഇത്തരം ഗുഹകളിൽ ഉപ്പുവെള്ളം നിറയുകയും അവ ഇന്നത്തെ നിലകളിലുള്ള ഭീമൻ നീലഗർത്തങ്ങളായി മാറുകയും ചെയ്തു. മുകളിൽ നിന്ന് നോക്കുമ്പോൾ ചുറ്റുമുള്ള കടൽ വെള്ളത്തേക്കാൾ കടും നീല നിറത്തിൽ കാണപ്പെടുന്നതിനാലാണ് ഇവയെ ബ്ലൂ ഹോൾ എന്ന് വിളിക്കുന്നത്. ഡ്രാഗൺ ഹോളിന്റെ ഏറ്റവും വലിയ സവിശേഷത അതിന്റെ ഘടന തന്നെയാണ്. ഈ ഗർത്തത്തിന്റെ വായഭാഗം വളരെ ഇടുങ്ങിയതും ഉൾഭാഗം വിസ്തൃതവുമാണ്. ഇതിന്റെ പ്രത്യേക രൂപം കാരണം പുറംകടലിലെ തിരമാലകളോ നീരൊഴുക്കുകളോ ഗർത്തത്തിനുള്ളിലെ ജലത്തെ കാര്യമായി സ്വാധീനിക്കുന്നില്ല. ഇതുമൂലം ഗർത്തത്തിനുള്ളിലെ ജലം വ്യത്യസ്ത പാളികളായി നിലകൊള്ളുന്നുമുണ്ട്. ഏകദേശം 100 മീറ്റർ ആഴത്തിന് താഴെ ഡ്രാഗൺ ഹോളിൽ ഓക്സിജന്റെ സാന്നിധ്യം തീരെയില്ല. ശാസ്ത്രഭാഷയിൽ ഇതിനെ അനോക്സിക് സോൺ എന്ന് വിളിക്കുന്നു. സാധാരണഗതിയിൽ മത്സ്യങ്ങൾക്കോ മറ്റ് സമുദ്രജീവികൾക്കോ ഇവിടെ ജീവിക്കാൻ കഴിയില്ല. ആഴം കൂടുന്തോറും സൂര്യപ്രകാശം ഇല്ലാതാകുന്നു. ഇത് പ്രകാശ സംശ്ലേഷണം വഴി ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളുടെ നിലനിൽപ്പ് അസാധ്യവുമാക്കുന്നു. ഗർത്തത്തിന്റെ ഭിത്തികളിൽ സ്വാഭാവികമായ തടസ്സമായി നിലനിൽക്കുന്നതിനാൽ ജലം ഏകദേശം നിശ്ചലമാണ്. ഇത് അവിടെയുള്ള സൂക്ഷ്മജീവികൾക്ക് സവിശേഷമായ ഒരു പരിസ്ഥിതിയും ഒരുക്കുന്നു. അടുത്തിടെ ചൈനീസ് ഗവേഷകർ ഈ ഗർത്തത്തിൽ നടത്തിയ ആഴത്തിലുള്ള പഠനങ്ങളാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തുവിട്ടത്. നൂതനമായ DNA സീക്വൻസിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ 1700-ലധികം വ്യത്യസ്ത വർഗത്തിൽപ്പെട്ട വൈറസുകളെ ഇവിടെ കണ്ടെത്തുകയുണ്ടായി. ഇതിൽ ഭൂരിഭാഗം വൈറസുകളും ഇതിനു മുമ്പ് ഒരിടത്തും രേഖപ്പെടുത്താത്തവയുമാണ്. അതായത് ലോകത്തിലെ നിലവിലുള്ള വൈറസ് ഡാറ്റാബേസുകളിൽ ഇവയെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ മാത്രം പരിണമിച്ചുണ്ടായവയാണ് ഇവയെന്നും ഗവേഷകർ കരുതുന്നുണ്ട്. 1700 മാരക വൈറസുകൾ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ഭീതി ഉണ്ടാകാം. എന്നാൽ കണ്ടെത്തിയവയിൽ ഭൂരിഭാഗവും ബാക്ടീരിയോഫേജുകളാണ്. ബാക്ടീരിയകളെ മാത്രം നശിപ്പിക്കുന്ന വൈറസുകളാണിവ. ഓക്സിജൻ ഇല്ലാത്ത ഡ്രാഗൺ ഹോളിലെ കഠിനമായ സാഹചര്യങ്ങളിൽ ജീവിക്കുന്ന ബാക്ടീരിയകളെ നിയന്ത്രിക്കുക എന്നതാണ് ഈ വൈറസുകളുടെ പ്രധാന ദൗത്യം. മനുഷ്യരെയോ മറ്റ് ജീവികളെയോ നേരിട്ട് ബാധിക്കുന്ന വൈറസുകളെക്കാൾ ആ ആവാസ വ്യവസ്ഥയുടെ തുലനം നിലനിർത്തുന്ന വൈറസുകളാണിവ. എന്നിരുന്നാലും ഇതുവരെ ശാസ്ത്രത്തിന് പിടികൊടുക്കാത്ത ഇവയുടെ ജനിതക ഘടന വരും കാലങ്ങളിൽ രോഗപ്രതിരോധ രംഗത്ത് വലിയ വെല്ലുവിളികളോ അല്ലെങ്കിൽ പുതിയ കണ്ടെത്തലുകളോ നൽകിയേക്കാം. സൂര്യപ്രകാശവും ഓക്സിജനും ഇല്ലാതെ എങ്ങനെയാണ് ഇത്രയധികം സൂക്ഷ്മജീവികൾ ഇവിടെ കഴിയുന്നതെന്നത് ശാസ്ത്രജ്ഞരെ അത്ഭുതപ്പെടുത്തുകയുമുണ്ടായി. സാധാരണ സസ്യങ്ങൾ സൂര്യപ്രകാശത്തിൽ നിന്നും ഊർജം കണ്ടെത്തുന്നുവെങ്കിൽ ഡ്രാഗൺ ഹോളിലെ ജീവികൾ കീമോസിന്തസിസ് എന്ന പ്രക്രിയയിലൂടെയാണ് ജീവൻ നിലനിർത്തുന്നത്. സൾഫർ സംയുക്തങ്ങളും മറ്റ് രാസവസ്തുക്കളും ഉപയോഗിച്ച് ഇവ ഊർജം ഉൽപ്പാദിപ്പിക്കുന്നുമുണ്ട്. ഇത്തരത്തിലുള്ള ഒരു രാസലോകത്ത് വൈറസുകൾ ബാക്ടീരിയകളെ ആക്രമിച്ച് അവയിലെ ജനിതക വസ്തുക്കൾ പുറത്തുവിടുകയും അത് മറ്റ് ജീവികൾക്ക് ആഹാരമായി മാറുകയും ചെയ്യുന്നുണ്ട്. പ്രകൃതിയുടെ അത്ഭുതകരമായ ഒരു പുനഃചംക്രമണ പ്രക്രിയയാണിത്. ഈ കണ്ടെത്തൽ കേവലം വൈറസുകളുടെ എണ്ണത്തിൽ മാത്രം ഒതുങ്ങുന്നില്ല. ഭൂമിയിലെ ജീവന്റെ അതിരുകളെക്കുറിച്ചുള്ള നമ്മുടെ ധാരണകളെ ഇത് മാറ്റിവരയ്ക്കുന്നുണ്ട്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ലോകത്തിന്റെ മറ്റു ഭാഗങ്ങളിൽ നിന്നും ഒറ്റപ്പെട്ട് കിടക്കുന്ന ഈ വൈറസുകൾ ജീവന്റെ പരിണാമത്തെക്കുറിച്ച് വലിയ അറിവുകൾ നൽകുന്നുമുണ്ട്. വ്യാഴത്തിന്റെ ചന്ദ്രനായ യൂറോപ്പയിലോ ശനിയുടെ ചന്ദ്രനായ എൻസെലാഡസിലോ സമാനമായ അന്തരീക്ഷമുണ്ടെന്ന് കരുതപ്പെടുന്നുണ്ട്. ഡ്രാഗൺ ഹോളിലെ പഠനങ്ങൾ അന്യഗ്രഹങ്ങളിലെ ജീവന്റെ സാധ്യതകൾ വിലയിരുത്താൻ സഹായിക്കും. പുതിയ വൈറസുകളുടെ ജനിതക ഘടന പഠിക്കുന്നത് ഭാവിയിൽ ആന്റിബയോട്ടിക്കുകൾക്കും വൈറൽ ചികിത്സകൾക്കും പുതിയ വഴികൾ തുറന്നേക്കാം. സമുദ്രത്തിന്റെ ആഴങ്ങളിലെ ഡ്രാഗൺ ഹോൾ പ്രകൃതിയുടെ ഒരു പരീക്ഷണശാലയാണ്. ഓക്സിജൻ ഇല്ലാത്ത ഇരുണ്ട മാരകമെന്ന് നമുക്ക് തോന്നാവുന്ന ആ ഗർത്തത്തിൽ 10,000-കണക്കിന് സൂക്ഷ്മജീവികൾ ഒരു പ്രത്യേക ലോകം പടുത്തുയർത്തിയിരിക്കുന്നു. 1700 വൈറസുകളുടെ ഈ കണ്ടെത്തൽ പ്രകൃതിയുടെ വൈവിധ്യത്തെയും അതിജീവന ശേഷിയെയുമാണ് കാണിക്കുന്നത്. ഇത്തരം പഠനങ്ങൾ തുടരുമ്പോൾ സമുദ്രം നമുക്കായി ഇനിയും ഒട്ടേറെ സർപ്രൈസുകൾ കാത്തുവച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. ഈ ഭീമൻ ഗർത്തവും അതിലെ നിഗൂഢ വൈറസുകളും മനുഷ്യനെ പഠിപ്പിക്കുന്നത് ഒന്നേ ഉള്ളൂ നമുക്ക് അറിയാവുന്നത്: ഒരു തുള്ളി അറിയാത്തത് ഒരു കടൽ.